السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا ومباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. صدق الله العظيم. ഏറെ സ്നേഹധന്യരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കക്കോടി സ്വദേശി പ്രത്യുഷം വീട്ടിലെ അബ്ദുസഈദിൻ്റെ മകൻ യഹ്യ അയ്യാഷ്, പരുത്തിക്കോട് മർഹൂം PC മൊയ്തീൻകുട്ടി സാഹിബിൻ്റെ മകൻ PC അഷ്റഫ് സാഹിബിൻ്റെ മകൾ നിബുലയും തമ്മിലുള്ള വിവാഹത്തിനാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഒരു മാസം മുഹറം, അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ അതിലെ ആദ്യത്തെ 10 ഒരു കൂട്ടം വിമുഖത കാണിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹത്തായ ആഘോഷം, അതല്ലെങ്കിൽ സന്തോഷം, അള്ളാഹു അനുവദിച്ച ഒരു ഇബാദത്ത് അതിലേർപ്പെടുവാൻ നമുക്ക് സാധ്യമായിരിക്കുകയാണ്. മനുഷ്യരെ അള്ളാഹു ഇണകളായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വഖലഖനാകും അസ്വാജ എന്ന് മാത്രമല്ല, ഭൂമിയിലെ മുഴുവൻ ചരാചരങ്ങളെയും വമിൻ കുല്ലി ശൈഇൻ ഖലഖനാഹു, എല്ലാത്തരം ജീവജാലങ്ങളെയും സസ്യലതാദികളെയും കണികകളെയും ഖലഖനാഹു, നാം അതിനെ സൃഷ്ടിച്ചത് സൗജൈൻ, ഇണകളായിക്കൊണ്ടാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ തൗഹീദ്, ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇണതുണകളായിക്കൊണ്ട് എല്ലാത്തിനെയും പടച്ചവനാണ് പടച്ചതമ്പുരാൻ. നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ലഅല്ലക്കും തദക്കറുൻ,
ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കൂ. നമ്മൾ പരസ്പര വിപരീതങ്ങളായി പഠിക്കുന്ന പലതും യഥാർത്ഥത്തിൽ ഇണകളാണ്. അതൊന്നും പോരടിക്കുന്നതല്ല, അതെല്ലാം ചേർന്നുകൊണ്ടിരിക്കുന്നതാണ്. ആകാശം, ഭൂമി, കടല്, കര, പർവ്വതങ്ങൾ, അതിൻ്റെ താഴ്വരകൾ, സൂര്യനും ചന്ദ്രനും, ഇങ്ങനെയുള്ള പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും അതിൻ്റെതായ സുന്ദരമായ ഒരു താളത്തിൽ ഒഴുക്കി വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, അതിൻ്റെതായ സഞ്ചാരപഥത്തിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു, സമാധാനപൂർണമായി അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളമാണത്. ഒരു വിശ്വാസിയുടെ പൂർണ്ണതയാണത്. അവൻ്റെ ഈമാനിൻ്റെ തികവാണത്. അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുകയും പ്രവാചകന്മാർ മാതൃക കാണിക്കുകയും ചെയ്ത ഈ ഒരു സൽക്കർമ്മത്തിന് വിമുഖത കാണിക്കുന്ന ഒരു പ്രവണത ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഇസ്ലാം അതിൻ്റെ എല്ലാ ആശയാദർശങ്ങളും പഠിപ്പിക്കുന്ന കാലത്തോളം ഈ ഒരു സംഹിത നിലനിൽക്കുകയും അത് അതിൻ്റേതായ ഗുണനേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും എന്നത് തീർച്ചയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം മണ്ണാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മണ്ണിനെ ശുദ്ധമായിട്ടാണ് പടച്ചിരിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധമാകുന്നത്? അതിനടിയിൽ മണ്ണിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് തുഹൂറായ വെള്ളം ലഭ്യമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മണ്ണിനെ എനിക്ക് പള്ളിയാക്കി തന്നിരിക്കുന്നു, അതിനെ ശുദ്ധമാക്കി തന്നിരിക്കുന്നു. എല്ലാ കറകളെയും മാലിന്യങ്ങളെയും മായ്ച്ചു കളയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മണ്ണ് എന്ന് പറയുന്നത്. ആ മണ്ണിലൂടെ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിനെ വേദനിപ്പിക്കാതെ വളരെ അദബോടുകൂടി നടക്കുവാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അപ്പോൾ മണ്ണായ മനുഷ്യർ, ആ മനുഷ്യർ തിന്നുന്ന എല്ലാ വസ്തുക്കളും മുളച്ച് പൊന്തുന്നത് ആ മണ്ണിൽ നിന്ന്. അനന്തരം അവൻ മരിച്ചു പോയാൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വഫീഹാ നുഖ്രിജുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. എല്ലാ മണ്ണിനാണ്, മണ്ണുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യനുള്ളത് എന്ന് നമുക്ക് കാണാനാണ്. അതിനാൽ മനുഷ്യന് അഹങ്കരിക്കുവാൻ സാധ്യമല്ല, ഒരാളെ പരിഗണിക്കാതിരിക്കുവാൻ സാധ്യമല്ല. തൻ്റെ ഇണയെ അങ്ങനെ പരിഗണിക്കുവാൻ മനുഷ്യന് സാധ്യമാകണം. മണ്ണ് പല നിറത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്, പല ഭാവത്തിലുണ്ട്. അത് പലതും ഒന്നിച്ച് ചേരാൻ പറ്റാത്തതുണ്ട്, ചേർക്കാൻ പറ്റുന്നതുണ്ട്. മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ? മണ്ണ് കാണപ്പെടുന്ന നിറങ്ങളിലൊക്കെ മനുഷ്യരും കാണപ്പെടുന്നുണ്ട് എന്നുള്ളത്. ആ മണ്ണിൻ്റെ സ്വഭാവങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് ഭാഗങ്ങളിലുള്ള ഈ മണ്ണുകൾ ഒന്നു ചേരുമ്പോൾ അതിന് ചില ചേരുവകൾ ചേർക്കേണ്ടതായി വരും. അതിൻ്റെ ഫലത്തിനും ശക്തിക്കും ഉന്നതിക്കും വേണ്ടി പല മിശ്രിതങ്ങളും നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കും. വിശുദ്ധ ഖുർആൻ ആ മിശ്രിതങ്ങളെ പരിചയപ്പെടുത്തുന്നത് വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് സൂറത്ത് റൂമിൽ 6 കാര്യങ്ങളെ 6 ആയത്തുകളിലെ തുടർച്ചയായി അള്ളാഹു ഇങ്ങനെ പറയുമ്പോൾ ആദ്യം പറയുന്നത്, നിങ്ങളൊക്കെ മനുഷ്യരല്ലേ, നിങ്ങൾ മണ്ണല്ലേ, എന്നിട്ട് നിങ്ങളിങ്ങനെ ലോകത്ത് വ്യാപിച്ച് വലിയ പോരിശ് നടിക്കുകയാണോ?
ആ അള്ളാഹു നിങ്ങളെ ഇണകളാക്കുകയും വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും പ്രണയവും അള്ളാഹു നിക്ഷേപിച്ചു. ആ പ്രണയവും സ്നേഹവും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കണം. അതിലുണ്ടാകുന്ന തേയ്മാനങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. അങ്ങനെ കെട്ടുറപ്പോടുകൂടി മാതൃകാപരമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാത്തരം പ്രശ്നങ്ങളെയും പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ളത്. മണ്ണാണ്, കലമായ തട്ടുമുട്ടും എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് പൊട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ തേടുന്ന വിശ്വാസികളായ നമുക്ക് ഉണ്ടാകേണ്ട ബാധ്യതകളാണ്. നിക്കാഹ് ഖുതുബ അധികം ദീർഘിപ്പിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ ധാരാളം കാര്യങ്ങൾ വിവാഹിതരായവരും ആകാനിരിക്കുന്നവരും എല്ലാം പഠിക്കേണ്ടതായി ധാരാളമായ കാര്യങ്ങളുണ്ട്. അതിനുള്ള സോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഇണയെ സംബന്ധിച്ച്, ഒരു വരനെ സംബന്ധിച്ച് അവന് ധാരാളം ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളുമുണ്ട്. തൻ്റെ പ്രിയതമയെ സ്നേഹിക്കുക എന്നുള്ളത്, അവളെ വിശ്വസിക്കുക എന്നുള്ളത്, അവൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുക എന്നുള്ളത് ഒരു പുരുഷൻ്റെ ധർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ തുഇംത ഫഅത്ഇംഹ, നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കണം. ഇന്ന് പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ ആധിക്യം ധാരാളമായിട്ടുണ്ട്. അതിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഇല്ലാതിരിക്കുവാൻ പലപ്പോഴും പുറത്തുപോയി ഭക്ഷണം കഴിച്ച് മാനസികമായ ഉല്ലാസങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നീ ഉടുക്കുന്നുവെങ്കിൽ അവളെ ഉടുപ്പിക്കണം. നീ എങ്ങനെയുള്ള വസ്ത്രമാണോ ആഗ്രഹിക്കുന്നത് അതേ മൂല്യമുള്ള വസ്ത്രങ്ങൾ അവൾക്കും നീ ധരിപ്പിക്കുക. അവളെ ഉപദ്രവിക്കരുത്, അവളെ ചീത്ത വിളിക്കരുത്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളാണ്. ഒരു വീട്ടിൽ നിന്ന് നമ്മെ വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പ്രയാസപ്പെടുത്തുവാൻ സാധിക്കുക? അതുപോലെ തന്നെ വധുവിനും ധാരാളം ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഇണക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. അവനെ സ്നേഹിക്കുക, അവനെ അനുസരിക്കുക. അനുസരണ എന്ന് പറയുന്നത് ഇസ്ലാം നമ്മോട് പറയുന്ന കാര്യമാണ്. അത് ആ മണ്ണിൻ്റെ, രണ്ട് തരം മണ്ണിൻ്റെ ഒരു സ്വഭാവമാണത്. പുരുഷനും അനുസരിക്കും, ഭാര്യയും അനുസരിക്കും. ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും അനുസരിക്കും എന്ന പ്രതിജ്ഞ എടുത്തവരും അതിനെ പുതുക്കുന്നവരുമാണ് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവനെ സംരക്ഷിക്കുന്ന, അവൻ്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന, അവൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരുവളായിരിക്കണം ഭാര്യ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഒരു ഇണതുണകളായ ജീവിതം നയിക്കുവാൻ മഹാനായ നമ്മുടെ യഹ്യ സാഹിബിനും അതുപോലെ തന്നെ മഹദിയായ നബുലക്കും സാധിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഇവരുടെ ഈ ഒരു മംഗളം, ഈ ഒരു വിവാഹം സാധൂകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത് ഈ ഒരു സമൂഹത്തിൽ നന്മ കളിയാടുന്ന, ഇസ്ലാമിൻ്റെതായ അടയാളങ്ങൾ കൊടികുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളിൽ അള്ളാഹു അവരെയും നമ്മയുമൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വൽ ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.